അറിയാമ ചേട്ടി ഇതുവരെ വീട്ടിൽ പോയില്ലേ? കുർബാന കഴിഞ്ഞിട്ട് കുറെ നേരമായല്ല. എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? 3 മക്കളും അങ്ങ് ഗൾഫിലാണ്. പിന്നെ ഇവിടെ നോക്കാനായിട്ട് 3 മരുമക്കളുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഇത്ര വിഷമം? ഒന്നും പറയണ്ട പരീസുട്ടി. 3 മക്കളും പുറത്താണെങ്കിലും മരുമക്കളാണ് ഭയങ്കര സാധനങ്ങൾ. ഒന്നും എനിക്ക് ചെയ്തു തരൂല. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി പോലും തരൂല അവര്. മൂത്ത മോളാണെങ്കിൽ ഒരു കട്ടൻ കാപ്പി പോലും തരൂല. രണ്ടാമത്തെ നേഴ്സാണ് പോലും. ഒരു മരുന്ന ഗുളികയെ ഒന്നും തരൂല. മൂന്നാമത്തവള് പഞ്ചായത്തിലെ വലിയ ആളാണ്. എന്നാ ഒരു കഷായോ കുഴമ്പ ഒന്നും മേടിച്ചു തരൂല. 3 പേരും ഭയങ്കര സാധനങ്ങളാണ്. അറിയാമോ ചേട്ടി, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതൊന്ന് വീട്ടിൽ ചെന്ന് പ്രയോഗിച്ചാ മതി. കേട്ടാ? ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. മോളെ എന്താ ഒന്നിങ്ങോട്ട് വന്നേ. അമ്മക്ക് ഒരു ഗ്ലാസ് കാപ്പി തന്നേ. തുടങ്ങി കാലത്ത് തന്നെ ചൂട് കാപ്പി വെള്ളവും. അതെ, ആ അടുക്കളയിൽ ഇരിപ്പുണ്ട്, പോയി എടുത്തു കുടിക്കേ. ഇനിയിപ്പൊ എനിക്ക് അതിനാ നേരം. മോളെ ഇങ്ങോട്ട് വന്നേ. എന്താണ്? ഇങ്ങോട്ട് വന്നേ, അമ്മയുടെ അടുത്തേക്ക് വന്നേ. എന്താണ് അമ്മയ്ക്ക് വേണ്ടത്? മോനെ ഇവിടെ ഇരിക്കേ. അമ്മയുടെ അടുത്ത് ഇരിക്കാൻ ഒരു കാര്യം പറയട്ടെ. ദേ, എനിക്ക് നേരമില്ല എന്റെ അമ്മ. 100 കൂട്ടം പഴി അടുക്കളയ്ക്ക് എടുക്കണ്. അമ്മയുടെ അടുത്ത് വന്നിരുന്ന് വർത്തമാനം പറയാനുള്ള നേരമൊന്നും എനിക്കില്ല. അതല്ല മോളെ, മോള് ഈ പെട്ടി കണ്ട? ഓ, ഞാൻ കണ്ടു. കുറെ കാലമായില്ലേ ഈ പെട്ടി ഇവിടെ ഇരിക്കണ്. എന്താണോ അതില്? ഇതില് പിരിച്ചതും പിരിക്കാത്തതും ഉള്ള സാധനമുണ്ട്. ഇത് മോൾക്കുള്ളതാണ്. ഇത് മറ്റു 2 പേർക്കും കൊടുക്കരുത് കേട്ടാ. ഇത് മോൾക്ക് തന്നെ, നമ്മുടെ കാലശേഷം മോൾക്കുള്ളതാണ്. ഓ, അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആ പെട്ടിയൊന്നും നോക്കി വിചാരിച്ചിട്ടൊന്നുമല്ല അമ്മേനെ ഇഷ്ടപ്പെട്ട് നടക്കുന്നത്. അമ്മയ്ക്ക് എന്താ വേണമെന്ന് പറഞ്ഞേ? കാപ്പിയോ? ഞാനിപ്പോ കൊണ്ടുവരാല്ലോ അമ്മേ. അമ്മ വല്ലാണ്ട് ക്ഷീണിച്ചു. ഞാനിപ്പോ ചായ ചൂടാക്കി കൊണ്ടുവരാം കേട്ടാ. അമ്മ ഇവിടെ ഇരിക്കും. അമ്മ റെസ്റ്റ് എടുക്കട്ടാ. മോളെ എന്താണ്? നമുക്ക് മരുന്ന് കൊണ്ടുവന്നാ? ഓ എന്റെ ദൈവമേ, ഇന്ന് ഹോസ്പിറ്റലില് എന്തായിരുന്നു തിരക്കെന്നറിയാമോ? ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കാൻ പോണ്ടമ്മേ. അമ്മയ്ക്ക് മരുന്നൊക്കെ ഞാൻ മേടിച്ചോണ്ട് തരാം. ഇന്ന് എനിക്ക് പറ്റിയില്ല. മോളിങ്ങോട് വന്നേ. എന്താണ് അമ്മ? കൂട്ടം കാര്യങ്ങളുണ്ട്. ഒരു കാര്യം പറയട്ടെ. മോളെന്റെ അരിയത്തിരുന്ന്. എന്താണ് അമ്മ പറയ? എന്താ കാര്യം? ഈ പെട്ടി കണ്ടു. ഈ പെട്ടിയില് ഒരു സാധനമുണ്ട്. പിരിച്ചതും പിരിക്കാത്തതുമായ സാധനം. അത് മോളെടുത്തോ? ഓ, എന്തുട്ടാ അമ്മേ പറയണേ? എന്തിട്ട് പെട്ടി? ഇതെന്റെ കാലശേഷം മോൾക്കുള്ളതാണ്. മോളെടുത്തോ. മറ്റാർക്കും 2 പേർക്കും കൊടുക്കരുത്. ഒരു കാര്യം ചെയ്യട്ടെ, അമ്മ ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് മരുന്നും കുഴമ്പൊക്കെ ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ വരാം. അമ്മ ഇവിടെ സുഖമായിട്ട് ഇരിക്കട്ടാ. ശരിയെന്നാ. മോളെ, അമ്മക്ക് കുഴമ്പും കഷായവും കൊണ്ടുവന്നാ? ഒരു മിനിറ്റ് നിന്ന് തിരിയാൻ നേരമില്ല എനിക്ക്. പഞ്ചായത്തിൽ തിരക്ക് പിടിച്ച ജോലിയുണ്ട്. കുഴമ്പ് മേടിക്കാൻ അത്ര കുഴമ്പ്. വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ എന്റെ ജോലി തിരക്ക്. വയസ്സ് പ്രായമൊക്കെ ആയില്ലേ. ഇനി മുകളിലൊക്കെ നോക്കിയിരുന്ന് വിളിച്ചാ മതി. കുഴമ്പൊന്നും വരട്ടണ്ട. മോളിങ്ങോട് വന്നേ. എന്താ അമ്മേ? ഇങ്ങോട്ട് വന്നേ. മോള് അമ്മയുടെ അടുത്തേക്ക് ഇരുന്നേ. അപ്പൊ എന്താണ്? അമ്മക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? പറയേ. ഈ പെട്ടി കണ്ട? എന്താ അതില്? ഇതിലേ പിരിച്ചതും പിരിക്കാത്തതും ഉള്ള സാധനമാണ്. ഇത് മറ്റവർക്ക് 2 പേർക്കും കൊടുക്കരുത്. ഇത് മോള് തന്നെ എടുത്തോളണം. അമ്മയ്ക്ക് എന്താ വേണ്ടത്? കുഴമ്പ് എണ്ണയോ? ഞാനിപ്പൊ കൊണ്ടുവരാട്ടോ. അമ്മ ഇവിടെ ഇരിക്കും. അയ്യോ എന്റെ അമ്മേ, എനിക്ക് ഭയങ്കര നെഞ്ചില് പ്രയാസം. തീരെ വയ്യ. അയ്യോ ഞാനിപ്പോ ചാവും. തീരെ വയ്യ. കാപ്പി എടുക്കാൻ പോയോളോ എവിടെ പോയാവോ? മരുന്ന് മേടിക്കാൻ പോയോളോ എവിടെ പോയി? കുഴമ്പ് മേടിക്കാൻ പോയോളോ എവിടെ പോയി? ആരെയും ഒന്നിനെയും കണ്ടില്ല. എനിക്ക് തീരെ വയ്യ. എന്റെ ഈശോയെ, എനിക്ക് തീരെ വയ്യ. ഞാനിപ്പം മരിക്കും. എനിക്ക് അത്രേ വയ്യ. ഈശോയെ,
പറ്റി? എന്തേ അമ്മേ? എന്താ പറ്റി അമ്മയ്ക്ക്? അയ്യോ എന്ത് പറ്റി കാപ്പി കുടിച്ചിട്ട് അമ്മ എന്ത് പറ്റിയമ്മേ? എന്ത് പറ്റിയേ? എന്താ പറ്റിയാവോ? പോലീസ് തോന്നണേ. നീ വലിയ നേഴ്സല്ലേ, ഒന്ന് നോക്കിയേ അമ്മയ്ക്ക് എന്താ പറ്റി? മനസ്സ് നോക്ക്. പോയി പോയാ? അയ്യോ അയ്യോ എന്തമ്മേ. ആ പെട്ടിമ പെണ്ണ് വലിയ പിടിക്കാണ്ട് അമ്മേനെ പിടിച്ചേ. നീ അമ്മേനെ കാലൊക്കെ ഒന്ന് നേരെ വെച്ച് നിങ്ങൾ പെട്ടിമേന്ന് അവിടെ വെക്കിയ പെട്ടി ആദ്യം അമ്മേനെ പറഞ്ഞത് നോക്കിയേ. അയൽവക്കക്കാരൊക്കെ ഒന്ന് പറയും അമ്മയ്ക്ക് ഇങ്ങനെ വന്നത് നമ്മള് തല്ലി കൊണ്ടുപോകുന്ന പെട്ടി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അമ്മേനെ. നാട്ടുകാരോടൊന്ന് പറയും, നാട്ടുകാരോട് പറയും. അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? നമ്മൾ തല്ലി കൊന്നതാന്ന് വിചാരിക്കില്ലേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മേനെ കെട്ട്, ഞാൻ ഈ പെട്ടി എടുക്കട്ടെ. പെട്ടി എന്നോട് എടുക്കാനാണല്ലോ അമ്മ പറഞ്ഞത്. ഈ പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബഹളം. ഞാനിവിടെ മൂത്ത ആളുണ്ട്. അമ്മയുടെ കാര്യം പോയി കപ്പിയാരെ, ഞങ്ങളുടെ അമ്മ പോയി. അത് പെട്ടിത്തോളാനാണ് പറഞ്ഞത് അമ്മ. എന്നോട് എടുത്തോളാനാണ് പറഞ്ഞത്. നിങ്ങളുണ്ടല്ലോ ആ പെട്ടി കിടന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഒന്ന് നോക്ക്. ഈ പെട്ടിയിലുള്ളത് കണ്ടില്ലേ? ഇതാണ് ഞങ്ങൾ അമ്മയെ മത്സരക്കണം നോക്കാം. എങ്ങനെ കപ്പിയാരെ നോക്കിയാ മതി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. കണ്ടില്ലേ, മറിയാമ്മ ചെറുതിയും പോയി. ഇങ്ങനെ എത്ര അമ്മമാര് സങ്കടപ്പെട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളി അടച്ചാലും ചില അമ്മമാര് വീട്ടിലേക്ക് പോകില്ല. നാളെ നമ്മളും ഇതേ പാതയിലൂടെ സഞ്ചരിക്കും. അപ്പോഴേ ഈ സങ്കടം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കണം. നമുക്കും സ്നേഹിക്കാം നമ്മുടെ മാതാപിതാക്കളെ. കുറവുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവരെ നമുക്ക് സ്നേഹിക്കാം. കറ തീർന്ന സ്നേഹം കൊടുക്കാം. നമ്മുടെ കുഞ്ഞുമക്കളും ഇത് കാണട്ടെ. ഇന്നത്തെ പച്ചില നാളത്തെ പഴുത്തിലയാകാം. മറക്കാതെ ഹൃദയത്തിൽ കോറിയിടാം.